ഭാരതപ്പുഴയുടെ പോഷകനദികളുടെ പേരുകൾ ഓർത്തിരിക്കാൻ പാടുണ്ടോ? അതിനൊരു എളുപ്പവഴിയുണ്ട്. വിശ്വസിക്കാൻ പറ്റോ? ഈ ഒരൊറ്റ ചിത്രത്തിലെ കഥയിലൂടെ നമുക്കത് മുഴുവൻ പഠിച്ചെടുക്കാം. ഈ ചിത്രത്തില് ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കതിന്റെ ഓരോ ഭാഗമായിട്ട് നോക്കാമല്ലേ? കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ചിത്രത്തിന്റെ ഇടതുവശത്ത് ഒരു സ്ത്രീ കണ്ണാടി നോക്കി നിൽക്കുന്നു. അപ്പോ കണ്ണാടി, അതിൽ നിന്ന് തന്നെ കിട്ടി നമ്മുടെ ആദ്യത്തെ പേര്, കണ്ണാടിപ്പുഴ. ഇനി അടുത്തതെന്താണെന്ന് നോക്കിയാലോ? അവർ നിലം തൂക്കുകയാണ്. ആ തൂത്തു എന്ന വാക്കിൽ നിന്നും രണ്ടാമത്തെ നദിയുടെ പേര് കിട്ടി, തൂതപ്പുഴ. കഥ തീർന്നില്ല. ഇനി ഈ സ്ത്രീയുടെ പേരിലാണ് അടുത്ത ക്ലൂ. അവരുടെ പേര് ഗായത്രി. അപ്പൊ മൂന്നാമത്തെ നദിയോ? ഗായത്രിപ്പുഴ. സിമ്പിൾ. ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം. വെള്ളത്തിലിറങ്ങിയപ്പോ അവരുടെ കാല് വഴുതിപ്പോയി. അതെ, കാൽ. അതിൽ നിന്നാണ് കൽപ്പാത്തിപ്പുഴ. കിട്ടിയല്ലോ നാലാമത്തേതും. അപ്പോ ഇതാണ് മുഴുവൻ കഥ. കണ്ണാടി നോക്കി തൂത്ത ഗായത്രിയുടെ കാല് വഴുതി. കണ്ടില്ലേ? കണ്ണാടി, തൂത്ത്, ഗായത്രി, കാൽ. ഈ ഒരൊറ്റ രംഗം മതി 4 പേരുകൾ ഓർക്കാൻ. ഇതുപോലെ ഒരു ചെറിയ കഥ കൊണ്ട് വേറെ എന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ, അല്ലേ?